മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഹലോ വെക്ടറും സ്കേലാറും. ഈ സ്കേലാറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതായത് അതിനൊരു വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് മാത്രമുള്ളതാണ് സ്കേലാർ. പക്ഷെ വെക്ടറിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിനൊരു ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടറിന് എക്സാമ്പിൾ പറയുന്നത് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ മൊമെന്റം. ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? വെക്ടറിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് മാസും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ്. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ വെക്ടർ എന്താന്ന് പറഞ്ഞാൽ വെക്ടർ പറഞ്ഞു, വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. സ്കേലാർ ആണെന്നുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഡിഫറൻസ്. ഇനി ഈ സ്കേലാറിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? മാസ്, കണക്ഷനൊന്നും ശരിയായിട്ടില്ല. മാസ്, ടൈം, ടെമ്പറേച്ചർ, അതുപോലെ എനർജി, ഇതൊക്കെയാണ് നമുക്ക് സ്കേലാറിന് എക്സാമ്പിൾ. ഇതൊക്കെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നോട്ടിലേക്ക് വരാം. ഇതിൽ വെക്ടർ എന്താണെന്ന് പറയുന്നുണ്ട്. വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റിയൽ ലൈഫ് ഫിനോമിന. ഒരു റിയൽ ലൈഫ് ഫിനോമിനയിലുള്ള മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ 3 ടൈപ്സ് വെക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സ്, മൊമെന്റം, അതുപോലെ ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, വെലോസിറ്റി. ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? വെക്ടറിന് എക്സാമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ ഈ ഫസ്റ്റത്തെ ഈ സ്ലൈഡിൽ വരുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. അടുത്ത് വന്നേക്കണേ. ഇനി ഈ വെക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ലൊക്കേഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. എവിടെയാണോ ഫോഴ്സ് അപ്ലൈഡ് ചെയ്യുന്നത് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ലൊക്കേഷനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിനൊരു വലിപ്പം അല്ലെങ്കിൽ ആ വെക്ടറിന്റെ ലെങ്ത് അതൊക്കെ കാണിക്കാനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അതിനൊരു ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ചെയ്യില്ല. ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെക്ടറിൽ 2 കേസ്, 2 മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഈ 3ാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി ലൈൻ ഓഫ് ആക്ഷൻ. ഒരു ഇതിന് എപ്പോഴും എന്തായിരിക്കും? ഒരു ലൈൻ, ഈ ഫിഗർ കൂടി നോക്കാം. ഇപ്പൊ നോക്കിയേ, ഇതുപോലെയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു വസ്തു. സോറി, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നില്ല? ഞാൻ നേരത്തെ കാണാൻ പറ്റുന്നു പറഞ്ഞ കാരണം ശ്രദ്ധിക്കാൻ കേട്ടോ. സോറി. ഇപ്പൊ കാണുന്നില്ലേ? വരുന്നുള്ളൂ. കാണുന്നുണ്ട്. അപ്പോൾ വെക്ടേഴ്സിന്റെ ഡെഫിനിഷനിൽ വരുന്ന ഡിഫൈൻ ചെയ്യുന്ന 4 പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, ലൈൻ ഓഫ് ആക്ഷൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് എന്താണെന്നുള്ളത്. ഇതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല.
ഇപ്പൊ ഇവിടെ നോക്കി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ആംഗിൾ. ഇത് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയായിരുന്നു, നമ്മൾ ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ മൂവ് ചെയ്തു. ഈ പൊസിഷൻ ഈ റെഡിൽ കാണുന്നത് മൂവ് ചെയ്തതാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ആ മാഗ്നിറ്റ്യൂഡ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് എന്തോരം വന്നോ അതാണ് നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. അപ്പൊ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അതിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്. അപ്പൊ നോക്കിയാൽ ഈ ഒറ്റ പോയിന്റ് ഇവിടെ ഇരിക്കുന്ന എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഇതിന്റെ പോയിന്റ്. ഈ പോയിന്റിൽ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ വരേക്കും ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതാണ് നമ്മുടെ തീറ്റ. പിന്നെ നമുക്ക് പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവര്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ ആണ്, വിച്ച് ഈസ് ഓൺലി എ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി മാത്രമുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്, അതും അതിന്റെ യൂണിറ്റും. ക്വാണ്ടിറ്റിയും യൂണിറ്റും മാത്രമുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാൽ തീറ്റ കാണിച്ചില്ല ഇവിടെ ഫിഗറിൽ, തീറ്റ കാണിച്ചിട്ടുണ്ടായിരുന്നു. തീറ്റ ആണ് നമ്മുടെ ഡയറക്ഷൻ. ഡയറക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പറയുന്നുണ്ട്. തീറ്റ എന്ന് പറഞ്ഞത് തീറ്റ ഡിഫൈൻഡ് ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആംഗിൾ പോസിറ്റീവ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോക്കിയേ ഈ പോയിന്റിൽ ഇപ്പൊ ഈ ലൈൻ ഇവിടെ നിന്ന് ഈ ലൈൻ ഇതായിരുന്നു നമ്മുടെ ലൈൻ. ഈ പോയിന്റ് ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ ഈ ലൈൻ ഇങ്ങോട്ട് നീങ്ങി ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന ഈ തീറ്റ ഇതാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷന്റെ ഡെഫിനേഷൻ നോക്കിയേ, ഇത് ഡിഫൈൻ ചെയ്യുന്നത് ആംഗിൾ ആണ്, അത് പോസിറ്റീവ് ആണ്, അത് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നത് അതുകൊണ്ട് അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇതാണ് ഈ ഡെഫിനേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തീറ്റേനെയാണ് നമ്മൾ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇവിടെ നിന്നെങ്കിൽ ഇവിടെ വരെയുള്ള അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് അങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത ഇതിൽ പറഞ്ഞേക്കുന്നത് വെക്ടർ എന്നാണ്. വെക്ടർ നമുക്കറിയാം, വെക്ടർ ഇപ്പോൾ റിട്ടേൺ ആയി ബോൾഡ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഈ എഫ്, ഇതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു ആരോ വെച്ചിട്ട് വെക്ടറിനെ ഡിഫൈൻ ചെയ്യും. വെക്ടർ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. അപ്പൊ ഈ വെക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടി? ഇതിന് മാഗ്നിറ്റ്യൂഡും വന്നു, ഡയറക്ഷനും വന്നു. അതാണ് ഈ വെക്ടറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഇവിടെ നമുക്ക് ഈ ആംഗിളിൽ ഡയറക്ഷൻ ആയിട്ടും ഇവിടെ തുടങ്ങി ഇവിടെ അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ വെയിറ്റ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ. അപ്പൊ വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ എഫ് വെച്ചിട്ടാണ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തപോലെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഈ ആരോ മാറ്റർ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇതാണ് വെക്ടറിന്റെ റെപ്രസെന്റേഷൻ. വെക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് അറിയണം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിൽ ഒരു ആരോ കാണിക്കും, അതാണ് നമ്മുടെ വെക്ടർ. ഈ സ്ലൈഡ് ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ള റിസൾട്ടന്റ് വെക്ടർ ആണ്. അപ്പൊ ആദ്യം നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതിൽ ഫിഗർ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇത് ഫോഴ്സ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നിന്ന് വൺ സൈഡിൽ നിന്ന് ഫോഴ്സ്, ഈ സൈഡിൽ ഫോഴ്സ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. റൈറ്റ്, ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അതുപോലെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇത് വൺ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് ടു പൊസിഷനിൽ നിന്നും നമുക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. രണ്ട് പൊസിഷനിൽ നിന്നും ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ആവും, ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ആവും. ഇങ്ങനെ ഒരു കംപ്രസ് ചെയ്തിരിക്കുന്ന ഇതിപ്പോ രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് വരാണ്. അപ്പൊ ഇങ്ങനെ കംപ്രസ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെങ്കിൽ സംഭവിക്കാം. ഇനി മൂന്നെണ്ണം വരുന്ന സമയത്ത് എന്താ അടുത്ത കേസിൽ നോക്കിയേ, മൂന്നാമത്തെ കേസിൽ വരുന്ന വെച്ചാൽ രണ്ട് ഫോഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ ഇതും ഈ ഡയറക്ഷനിൽ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്ത് ഇത് പുഷ് ചെയ്തു, അപ്പുറത്ത് പുൾ ചെയ്തു. അപ്പോൾ നോക്കിയേ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ടു ഫോഴ്സിന് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാല് ഡെഫിനിഷൻ മുകളിൽ പറഞ്ഞത് റിസൾട്ട് എന്ന് പറഞ്ഞാല് when two or more force applied to a body, ഒരു ബോഡിയിലേക്ക് രണ്ടോ അതിൽ കൂടുതലോ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് എഫക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം.
ഒരെണ്ണത്തിൽ യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും അടുത്തതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2, 3 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ബോഡിക്ക് തന്നെ 2 അതിൽ കൂടുതലോ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫറെന്റ് എഫക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി വി ക്യാൻ അനലൈസ് ദ എഫക്ട് ഓഫ് ദ ഫോഴ്സ് അപ്ലൈ ടു എ ബോഡി ഫൈൻഡ് ദ റിസൾട്ട്. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത ഈ രണ്ട് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് വരും. ആ രണ്ട് ഫോഴ്സുകളെയും അതാണ് നമ്മുടെ ആ രണ്ട് ഫോഴ്സ് എന്താണ് ആ ബോഡിക്ക് തന്നിരിക്കുന്ന വ്യത്യാസം, അതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, ആ കാണുന്ന അതിലെന്താണോ വ്യത്യാസം വന്നിട്ടുള്ളത് അത് നമുക്ക് കണ്ടെത്താം. അതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമുക്കിത് കണ്ടെത്താം. വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് ഒരു പാരലോഗ്രാം തീരം. പാരലോഗ്രാം വെച്ചുകൊണ്ടിട്ട് ഒരു തീരം പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആ തീരത്തിന് അതാണ് നമ്മുടെ ഈ റിസൾട്ടന്റ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഒരു ഫോഴ്സ് വന്നു, F കൊടുത്തു, അടുത്ത ഫോഴ്സ് വീണ്ടോ ഒരു ലൈൻ സ്ട്രേറ്റ് ആയിട്ട് വരച്ചു, ഇത് ഫോഴ്സ് ആയി. ഇതിൽ കൂടെ എനിക്ക് അത് വേറെ ഇതിലാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാം അല്ലെ? അങ്ങനെ പറയുന്ന കേട്ടോ. ഞാൻ സ്ക്രീനെ ഷെയർ ചെയ്യുമ്പോ അടുത്ത സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇപ്പൊ കാണില്ലേ? ഇത് നോക്കിയേ, ഒരു വെക്ടർ നമുക്ക് ഇവിടെ ഇതിനൊരു നെയിം കൊടുക്കുക. ഇത് A എന്നും ഇത് B എന്നും പറഞ്ഞു കൊടുത്തു. രണ്ട് വെക്ടറുകൾ തമ്മിൽ ഇപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ അതിൽ കൂടുതൽ വെക്ടറുകളുടെ സം. അപ്പൊ രണ്ട് വെക്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊരു P എന്നുള്ള വെക്ടറും ഇതൊരു Q എന്ന വെക്ടറും ആണ്. ഇത് C എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ സെന്റർ ഇത് കൂട്ടി വരച്ച് ഒരു ട്രയാങ്കിൾ നമുക്ക് ഇതുപോലെ ഫോം ചെയ്യാം. അപ്പൊ ഈ കൂട്ടി വരച്ച് ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ഈ നടുകെ വരുന്ന ഇതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ Pയും കൂടി Qവും, അതായത് നമുക്ക് പറഞ്ഞ ഒരു ഫോഴ്സ് ഇതൊരു വേറൊരു ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ വരുന്ന അഡീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. വെക്ടർ അഡീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്ററിലെ R എന്ന് പറഞ്ഞാൽ ഇത് Pയും ഇത് Q ആണെന്നുണ്ടെങ്കിൽ വെക്ടർ അഡീഷൻ വഴി നമ്മൾ പറയുന്നത് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ Pയും + Qവും, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിസൾട്ടന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് വരാ, ഇതൊരു ഫോഴ്സ് ഇതൊരു ഫോഴ്സ്, രണ്ട് ഫോഴ്സും ഒറ്റ ടൈമിൽ ഒരു പോയിന്റിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പൊ ഇതിന്റെ സെന്ററിൽ വരുന്ന ഈ ലൈൻ നമുക്ക് എന്ത് പറയാം, റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയാം. അതിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതിൽ നിങ്ങളുടെ നോട്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കട്ടെ. റിസൾട്ടന്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് വെക്ടർ, ഇപ്പൊ ഇതിലേക്ക് ശ്രദ്ധിക്കുക, ദർ ഈസ് ഓൺലി 2 വെക്ടേഴ്സ് ഇവിടെ പറഞ്ഞു അല്ലെ. ഒരു വെക്ടർ Pയും ഇതിൽ കാണുന്ന ഒരു വെക്ടർ Pയും ഒരു വെക്ടർ Qവും. അപ്പൊ ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. ഇത് തമ്മിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഇവിടുത്തെ 0 എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് നമ്മുടെ ഈ 0 എന്ന് പറയുന്നത്. 0 അല്ലെങ്കിൽ O. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അഡീഷണൽ വെക്ടർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് എന്താ ചെയ്യാം, Pനെ ആദ്യം വരച്ചു, Qനെ വരച്ചുകൊണ്ട് ഇത് തമ്മിലുള്ള ഇപ്പൊ Pയിൽ എഫക്ട് ചെയ്യുന്ന ഈ Pയിൽ ഒരു ഫോഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മളെ അഡീഷൻ ആണ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടത്തെ ഫസ്റ്റ് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള
ഈ ഫോഴ്സിനെ പി ആയിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് ക്യൂ. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കിട്ടും. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ ആ വെക്ടർ പ്ലസ് അടുത്ത വെക്ടർ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പിയും ക്യൂവും തന്നിരിക്കുന്നത് 2 വെക്ടർ ആണെന്നിരിക്കുന്നത്. ആ 2 വെക്ടറുകൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആണ് ആർ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ടേമിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ അപ്പറും വരച്ചു. അപ്പർ ഫോഴ്സ് കൊടുത്തു. ഇവിടെ നമുക്ക് ഡൗൺ ആയിട്ട് ഫോഴ്സ് കൊടുത്തു. ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ്. ഈ ക്യൂവും പിയും, ഈ ക്യൂവും പിയും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. പി പ്ലസ് ക്യൂ ഈക്വൽ ടു ക്യൂ പ്ലസ് പി. രണ്ടിന്റെ റിസൾട്ട് എന്ത് തന്നെയാണ്? ആർ തന്നെയാണ്. പിയും ക്യൂവും കൂടി ആഡ് ചെയ്യുന്നതും ക്യൂവും പിയും കൂടി ആഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ആർ തന്നെയാണ്. അതിനാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു ട്രയാങ്കിള് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ഓഫ് എ സൈസ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ഫോമിലേക്ക് എടുക്കുന്നത്. ഈ ഫിഗർ ഒരു ട്രയാങ്കിൾ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾ ഫോഴ്സിൽ ഈ പിയും ക്യൂവും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ദ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിന്റെ സൈസ്, പിന്നത്തത് പിയുടെ സൈസ്, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന് മൊത്തം ലെങ്ത് അല്ലെ. ലെങ്ത് അല്ല നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടെ വരെ പറയുന്നത്. അതായത് ഇതൊരു ഫോഴ്സ്, ഈ ഫോഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഉള്ളതാണ് കിട്ടിയത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. റിസൾട്ടന്റ് വെക്ടർ എന്താണെന്ന് ക്ലിയർ ആയോ? മൊത്തം ലെങ്ത്, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെയുള്ള മൊത്തം ലെങ്ത് ആണ് റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ ആണത്? ഇത് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലാതെ നമുക്ക് ഇക്വേഷൻ അല്ലേ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ? എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ ആണ്. ഇതിൽ രണ്ട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഓഫ് കൊസൈന്റെയും ലോ ഓഫ് സൈനിന്റെ ഇക്വേഷൻ ആണ്. അതെങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതല്ലേ എപ്പോഴും ബെറ്റർ ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലാണ്ട്? റിസൾട്ട് ആണ്. നമുക്ക് ആദ്യം ഇത് എവിടെ നിന്ന് വന്നു എന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് അവർ ഗ്രാഫ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും ഈ ഇക്വേഷൻ വരും. ഈ ഇക്വേഷനിൽ വാല്യൂ ഇട്ടിട്ട് പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ തരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് ഇതിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിന്റെ റിസൾട്ട് കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്കത് പറയുമ്പോൾ മനസ്സിലാവണ്ടേ എന്താണെന്നുള്ളത്. അപ്പൊ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ 2 വെക്ടർ ഗ്രാഫായിട്ട് വരച്ചു. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നത് കാണിച്ചാൽ, ഈ ഇക്വേഷൻ വരുന്നത് നമുക്ക് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതേപോലെ ഈ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഇതെങ്ങനെ വരാന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. ഇതൊരു വെക്ടർ, ഇങ്ങനെ ഒരു വെക്ടർ എടുത്തു. അത് പാരലോഗ്രാമിന്റെ ഷേപ്പ് ആയിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു പാരലോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ? ഇങ്ങനെയല്ല പാരലോഗ്രാം വരണം. നമുക്ക് ഒരു സൈഡ് ഇത്തിരി ചരിച്ചും വരയ്ക്കുന്നത് ക്ലിയർ ആവണ്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയും ഇങ്ങോട്ട് വരും. ഇത് വേണ്ട. ഇങ്ങനെ ഒരു ഷേപ്പാണ് പാരലോഗ്രാം വരാം. അപ്പൊ ആ പാരലോഗ്രാം ഷേപ്പ് വരുമ്പോൾ ഇതിന്റെ ഈ സെൻട്രൽ കൂടെ വരുന്ന ഈ ഡയഗണലാണ് നമ്മുടെ ആർ എന്ന് പറഞ്ഞത്. അത് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ? 2 ട്രയാങ്കിൾ ആണ്. അതാണ് നമ്മൾ ഈ 2 ട്രയാങ്കിൾ തിരിച്ചിട്ട് 2 ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ ആദ്യം നമ്മൾ 2 ട്രയാങ്കിൾ കാണിച്ചു കണ്ടോ. ഈ 2 ട്രയാങ്കിളും ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ ഇതിന് ഒരുമിച്ച് വരയ്ക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുവെച്ചാൽ ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ട് അടുത്ത ലൈൻ ഇങ്ങനെ വരും. നേറ്റി വരയ്ക്കാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പാരലോഗ്രാമിന്റെ ഷേപ്പിലായിരിക്കും വരിക. എന്നിട്ട് ഇതിന്റെ സെൻട്രൽ കൂടെ ആർ രണ്ടിനും കോമൺ ആയിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആർ. അപ്പൊ ഇവിടെ നമ്മൾ പി എടുത്തു, ഇത് ക്യൂ എടുത്തു. വീണ്ടും ഇത് നമുക്ക് തന്നെ പി എന്ന് പറയാം, ഇത് ക്യൂ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ് അല്ലെ? പാരലോഗ്രാമിന് ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പി അടുത്ത പിക്ക് ഈക്വൽ ആണ്. അതുപോലെ ക്യൂ എന്നുള്ള സൈഡ് അതിന്റെ അടിയിലത്തെ താഴത്തെ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. എന്നിട്ട് സെൻട്രൽ കൂടെ വരുന്നതാണ് നമ്മൾ റിസൾട്ടന്റ് ആർ എന്ന് പറയുന്നത്. ഇനി ഈ ആർ കാണുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ വീണ്ടും മറ്റേ സ്ക്രീനിലേക്ക് പോട്ടെ. അത് വരച്ച് കാണിച്ചു തരാം. ഇതിലില്ല നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഡെറിവേഷൻ നമ്മൾ +2 +1 പഠിക്കുന്നുണ്ട്.
അതിൽ അല്ല, ഈ തിയറിയൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ഡൗട്ട് വരുന്നത്. ഈ തിയറി മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഈ പ്രോബ്ലംസ് വെച്ച് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ചില ഡൗട്ടുകൾ വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതി കാണിച്ചുതരാം. ഈ ഇക്വേഷൻ നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. നമ്മുടെ പിയുടെ ഇക്വേഷൻ ഈ ഇക്വേഷൻ തുടങ്ങിയിട്ട് ഇക്വേഷനിൽ വാല്യൂ ഇട്ട് പ്രോബ്ലം ചെയ്തതിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിന്ന് രാവിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് ഫസ്റ്റ് വീക്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ചെയ്തായിരുന്നു. അതിൽ 1-2 പ്രോബ്ലംസിന്റെ ഡൗട്ട്സ് എനിക്ക് ഉണ്ട്. അത് എനിക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അറിയാം, പക്ഷെ ഡയറക്ഷൻ ചെയ്യുമ്പോഴാണ് ചെറിയൊരു ഡൗട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഡയറക്ഷൻ നോക്കാം. ഞാൻ എൻ്റെ നോട്ടും ഷെയർ ചെയ്യാം, അന്നേരം ടീച്ചറിനെ കാണുകയും ചെയ്യാം ഞാൻ എങ്ങനെയാ ചെയ്തിരുന്നു അല്ലെ. രണ്ട് ഓഡിയോയുടെ സ്പീക്കർ ഓൺ ആയിട്ട് തോന്നുന്നു. സ്പീക്കർ ഇത് ഞാൻ ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്തതിന്റെ ആയിരുന്നു. ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം സെക്കൻഡ് വെക്ടർ 6x-ഉം y-യും ചെയ്തു അല്ലെ. ഇത് ഈ F1x-ഉം F2x-ഉം അതായത് 17-ഉം 13 sin 13 കിട്ടി. sin 13 ആണോ വരുന്നത്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നോട്ടോ. മറ്റേ ഹുക്കിന്റെ അറിയാം. അതില് ഫസ്റ്റത്തെ എ എന്ന് പറയുന്നത് 210-ഉം ബി എന്ന് പറയുന്നത് രണ്ട് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എയും ബിയുടെ എടുക്കുമ്പോൾ ഒന്ന് 17 കിട്ടി. 17ന്റെ സ്ക്വയർ ഇവിടെ 6x-ഉം 6y-യും സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ ചെയ്യണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഇതിൽ നേരിട്ട് ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ. റിസൾട്ടന്റ് വെക്ടറിന്റെ ഇക്വേഷൻ ഉണ്ട്. അതാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. r² is equal to f1² plus f2² plus 2f1 into f2 cos θ. അപ്പൊ ഇതിൽ നമുക്ക് ഫിഗർ ഓക്കെയാണ്. 210-ഉം 70-ഉം വന്നിട്ടുണ്ട്. രണ്ട് ആംഗിൾ 15-ഉം 10-ഉം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മറ്റേതിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കൂ. നോട്ടെ കാണിച്ചിട്ടാ. ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹുക്കിൽ ഇപ്പൊ തന്നിരിക്കുന്നതിൽ നിന്നും ഒരു ട്രിഗണോമെട്രിക് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണം. ഇതിൽ അതെങ്ങനെ വരുമെന്ന് പറയാം.
കാണാൻ പറ്റുന്നുണ്ടോ എന്റെ സ്ക്രീൻ? ഇല്ലേ? ഇല്ല. എന്നാ അത് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ എടുത്തന്നെ അതിൽ തന്നെ പോയിട്ട് ഏതാ ക്വസ്റ്റ്യനാ? ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ആ ക്വസ്റ്റ്യൻ വന്ന PDF ഇല്ല, PDF ഒന്നും കൂടി എടുത്തേ. ഇതില് ക്വസ്റ്റ്യൻ താഴത്തെ സൊല്യൂഷനിലേക്ക് വന്നേ. താഴത്തെ സൊല്യൂഷനില്ലേ, താഴെ അതിന്റെ സൊല്യൂഷൻ എടുക്കണ്ട. ഇവിടെ നമുക്ക് ആർ സ്ക്വയറിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ കാണാൻ ഇക്വേഷൻ r² is equal to f1 square plus f2 square minus 2 f1 into f2 cos തീറ്റ ആയിരുന്നു. അപ്പൊ നമുക്കിവിടെ തീറ്റ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ തന്നിട്ടില്ല. തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. നമുക്ക് പി തന്നിട്ടില്ല. രണ്ട് ഫോഴ്സ് പിയും ക്യൂവും അപ്ലൈ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എ എന്നൊരു പോയിന്റിലേക്ക് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് ഒരു ഹുക്കിന്റെ സപ്പോർട്ടോടെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പിയുടെ വാല്യൂ പി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാനാണ് പറഞ്ഞേക്കണത്. ഫ്രം ദ റിസൾട്ടന്റ് ഫോഴ്സ് വെച്ചുകൊണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാൻ പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ തന്നിട്ടില്ല. ആംഗിൾ കാണാനായിട്ട് ഈ ട്രിഗണോമെട്രിക് സൊല്യൂഷൻ ഉണ്ടാക്കാം. നമ്മൾ പറഞ്ഞത് രണ്ട് ആംഗിൾ നമുക്ക് ഇങ്ങനെ ഇപ്പൊ രണ്ട് ആംഗിൾ ഇപ്പൊ എങ്ങനെ നിൽക്കണം നോക്കി ഈ ഫിഗറിൽ ആംഗിൾ നിൽക്കുന്നത് ഒരു ആംഗിൾ രൂപത്തിലെ ഹുക്കിന് താഴെ നേരെ നിൽക്കുകയാണ് അല്ലെ. അത് നമുക്ക് അഡീഷൻ റിസൾട്ടന്റ് വെക്ടറിന്റെ രൂപത്തിലേക്ക് ആക്കണ്ടേ. റിസൾട്ടന്റ് രൂപത്തിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഒന്നും കൂടി താഴത്തെ സ്ലൈഡ് എടുത്തേ. ഇവിടെ നോക്കി, ഇവിടെ നമ്മ എന്താക്കി ഇപ്പൊ നമ്മ രണ്ട് ഫോഴ്സ് ആദ്യത്തെ ഫിഗറിൽ രണ്ട് ഫോഴ്സും രണ്ട് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരുമിച്ച് ഒറ്റ പോയിന്റിലാക്കിയിട്ട് വേണം നമുക്ക് റിസൾട്ടന്റ് വെക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ലൈൻ നമ്മ ആദ്യം പി ആദ്യം വരച്ചു. അതിനെ തൊട്ട് പിന്നാലെ ക്യൂ വരച്ചിട്ട് അതിന് മൊത്തം ഡിസ്റ്റൻസ് ലെങ്ത് ആണ് നമുക്ക് R എന്ന് പറയുന്നത്. ആ റെഡിൽ വരച്ചേക്കണത് R. ആ റെഡിൽ വരച്ചേക്കണ R അത് കാണണം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് ഈ ഫിഗറിൽ. ഒന്ന് 15ഉം ഒന്ന് 13 തന്നിട്ടുണ്ട്. നമ്മ ഇതിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഈ ആംഗിൾ വരച്ചേക്കണം നോക്കി. ആ റിസൾട്ടന്റ് ആദ്യം പി വരച്ചു. പിയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്യൂവും വരച്ചു. എന്നിട്ട് അതിന്റെ മൊത്തം ലെങ്ത് ആറാക്കിയിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തു. നേരത്തെ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ ഒരു ട്രയാങ്കിൾ സൊല്യൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റേനെ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റിസൾട്ടിന്റെ ഇതിലേക്ക് കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഫിഗറിൽ അവർ എന്താ ചെയ്തേക്കണേ അതിനൊരു ട്രയാങ്കിൾ രൂപത്തിലേക്ക് ആക്കി. അപ്പൊ നമുക്ക് ഒരാംഗിൾ തന്നിരിക്കുന്നത് 50യും ഒരാംഗിൾ 30യും തന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പിയുടെ വാല്യൂടെ എഴുതി 210 ന്യൂട്ടൺ അത് എഴുതി. അടുത്തത് ക്യൂ ആണെന്ന് എഴുതി, ക്യൂ 70 ന്യൂട്ടൺ ആണെന്ന് എഴുതി. ഇനി നമുക്ക് കാണേണ്ടത് നമ്മ രണ്ട് ആംഗിളിൽ നമുക്ക് ഒരു സൈഡ് ടച്ച് ചെയ്ത് നിൽക്കുന്ന, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണില്ല ഷെയർ ചെയ്തുകൊണ്ട്, അൺഷെയർ ചെയ്യണം. അൺഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഇതൊന്നും കൂടി ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. ഇത് ഈ ഗ്രാഫ് അല്ല ഈ ഡയഗ്രാം വരയ്ക്കാതെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഡയഗ്രാം വരയ്ക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ ഏതൊക്കെ ആംഗിൾ ആണെന്നുള്ളത് മനസ്സിലാവില്ല. ഡയഗ്രാം വരയ്ക്കാണ്ട് ചെയ്തത് കൊണ്ടാണ് ഈ ആംഗിൾ എത്രയാണ്. ഇവിടെ ഈ കോസ് തീറ്റ കണ്ടില്ലേ, ഈ കോസ് തീറ്റ ഇത് 135 എങ്ങനെ കിട്ടിയത്? ഇയാൾക്ക് കിട്ടിയത് അങ്ങനെയല്ലല്ലോ. 135 അല്ലല്ലോ. ഞാൻ ചെയ്തത് മറ്റേ വേറൊരു വഴി വരി. അന്നേരമാണ് എനിക്ക് മറ്റേ ഗ്രാഫ് ആംഗിൾ ഡയറക്ഷൻ കിട്ടാത്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് ചെയ്യാൻ സിമ്പിള്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കാം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് r² = f1 square plus f2 square minus 2 into കോസിന് മുന്നേ f1 into f2 cos തീറ്റ. ഇപ്പൊ ഇതിൽ നമുക്ക് ഈ f1ന്റെ വാല്യൂ f2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അവര് 210ഉം 70ഉം തന്നിട്ടുണ്ട്. പക്ഷെ തീറ്റ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ തീറ്റ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ആംഗിൾ ഈ ഫിഗറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്
13 ആണെന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നിൽക്കുന്ന ഈ ലൈനിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വെക്കണം. പീനെ ഇങ്ങനെ തന്നെ വെച്ചു. അപ്പൊ നമുക്ക് രണ്ട് ഡയറക്ഷനിലല്ലേ ഇതിരിക്കണം. ഇത് ഇങ്ങോട്ടും പോവാണ്, ഇത് ഇങ്ങോട്ടും പോവാണ്. പക്ഷെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതൊരു ട്രയാങ്കിൾ രൂപത്തിലായിരിക്കണം. എങ്ങനെയാണോ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നത് ആ ഒരു രൂപത്തിലേക്ക് ആക്കണതിന്. അപ്പൊ ഈ ലൈനൊക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്ത് കൊടുക്കാണ്, ഇങ്ങനെ കൊടുക്കാണ്. ഇങ്ങനെ കൊടുക്കുമ്പോ സോറി, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് പോകുന്നത്. ഈ ട്രിഗണോമെട്രിയുടെ ഈ ഒരു കൺസെപ്റ്റില് നമുക്ക് ഈ റിസൾട്ടന്റ് വെക്ടർ കാണാൻ പറ്റുള്ളൂ. നമ്മളോട് പറഞ്ഞു ഒരു ഫോഴ്സ് ഒന്ന് അഫക്ട് ചെയ്യുമ്പോൾ അവിടെ 2 ഫോഴ്സ് വന്നാലും അതിന്റെ ഒരു അഡീഷൻ ആണെന്ന് പറഞ്ഞു, വെക്ടർ അഡീഷൻ ആണെന്ന് പറഞ്ഞു. ആ വെക്ടർ അഡീഷൻ ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ അപ്ലൈ ചെയ്തേക്കുന്നത് ഇവിടെ. ഇതും കൂടി ആഡ് ചെയ്യും, ഇത് 1 ഇത് 2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ റിസൾട്ടന്റ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെയുള്ള ഈ R കിട്ടുന്നതാണ്, ഈ ലെങ്ത് കിട്ടുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ നിൽക്കുന്ന പോയിന്റ് അവിടെ തന്നെ നിർത്തി. ഈ പോയിന്റ് ഒന്നുകൊണ്ട് ആദ്യത്തെ ലൈൻ ഇവിടെ വരച്ചു, അടുത്തത് അവിടെ തൊട്ട് താഴേക്ക് നമ്മൾ എന്ത് അടുത്ത ലൈനും വരച്ചു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ആംഗിളിന്റെ ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ 50 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ 50, അതുപോലെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ 30, അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളതാണ് 30. അപ്പൊ ഇത് നേരെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈനിലാണ് നമ്മൾ ഇത് ഈ ലൈൻ വന്ന് ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ മൊത്തം നമുക്ക് എത്രയാണെന്ന് അറിയാം, 180 ഡിഗ്രി ആണെന്ന് അറിയാം. എന്നിട്ട് ഇവിടെ ഭാഗമുള്ളത് 15 തന്നിട്ടുണ്ട്, ഇവിടെ നിന്നുള്ളത് 13 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലുള്ള ഈ ആംഗിൾ നമ്മൾ എന്ത് കണ്ടാൽ മതി, ഈ 180 നിന്നും ഈ 15ഉം 13ഉം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 135 കിട്ടും. അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇവിടത്തെ ആംഗിൾ. കിട്ടിയോ? ഈ ആംഗിളാണ് ഇപ്പൊ നമുക്കിവിടെ കോസിന്റെ ഈ ആംഗിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇവിടത്തെ കോസിന് കൊടുക്കേണ്ടത്, ഈക്വേഷനിൽ കൊടുക്കേണ്ടത്. എന്നിട്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ വന്നിട്ട് ഇക്വേഷനിൽ വന്നിട്ട് ഇക്വേഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് ആദ്യം പിയുടെ വാല്യൂ നമ്മൾ കൊടുത്തു. ഇത് പിയുടെ വാല്യൂ, ഇത് ക്യൂവിന്റെ വാല്യൂ 2, പിയുടെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ ഇവിടെ മൈനസ് ഉണ്ട്, ഇത് പ്ലസ് ആണ്, ഇൻറ്റു ഈ കോസ്. ഇപ്പൊ തീറ്റയുടെ വാല്യൂ ഒന്ന് കിട്ടി നമുക്ക്, കോസ് തീറ്റയുടെ വാല്യൂ 135 ഡിഗ്രി കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ? ഇപ്പൊ ഇത് നമ്മൾ ഫസ്റ്റത്തെ റൂൾ വെച്ചിട്ട് കൊസൈൻ റൂൾ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ റൂൾ അവർ പറഞ്ഞേക്കണ ഇക്വേഷൻ നമുക്ക് സൈൻ റൂൾ ആണ്. സൈൻ റൂൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി കാണിച്ചാൽ ഞാൻ ഇത് കിട്ടിയത് ക്ലിയർ ആണോ, ഈ ആംഗിൾ കിട്ടിയത്? അത് ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടും എത്രയാണെന്നുള്ളത്. അതായത് ഇതിന്റെ സ്ക്വയർ കാണാം, 210ന്റെ സ്ക്വയർ കാണാം, പ്ലസ് 70ന്റെ സ്ക്വയർ കാണാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 135 കാൽക്കുലേറ്റർ വെച്ച് കണ്ടിട്ട് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടും. അത് ചെയ്ത് നോക്കാലോ കാൽക്കുലേറ്റർ ഒന്ന്. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 6 കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് ഇതിന് ഈ കിട്ടിയ വാല്യൂവിന് ഇതിന്റെ മൊത്തം ഒരു റൂട്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6ന്റെ വാല്യൂ ഇതുപോലെ കിട്ടും. ഇനി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോവാണ്, സൈൻ റൂളിന്റെ ഇക്വേഷനിലേക്ക് പോവാണ്. സൈൻ റൂളിന്റെ ഇക്വേഷന് പോകാനായിട്ട് ഒന്നും കൂടി മുകളിലേക്ക് പോട്ടെ. മുകളിൽ സൈൻ റൂൾ എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ ചെയ്ത മെത്തേഡ് ഞാൻ പറയണത് ഒത്തിരി കൂടി സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ കൂടി ഇതിൽ സൈൻ റൂൾ കാണാനായിട്ട് ചെയ്യാൻ പറ്റുന്ന റൂൾ ഉണ്ട്. അത് വേണമെങ്കിൽ അതും പറഞ്ഞു തരാം. അപ്പൊ ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് അത് വെച്ചുകൊണ്ട് ചെയ്യാം. ഇത് സൈൻ റൂൾ. സൈൻ റൂൾ നോക്കി ഇവിടെ കിടക്കുന്നതാണ് സൈൻ റൂൾ. സൈൻ റൂൾ എന്ന് പറഞ്ഞാല് A/sin A = B/sin B = C/sin C ആണ്. അതായത് ഇത് ഫിഗറിൽ നിന്ന് വെച്ചിട്ടാണ്, ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ ഈ ബേസിക് ജോമെട്രി ഫിഗറിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. അത് ഈ സൈഡ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഈ എ എന്നുള്ള ഈ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ എ അതാണ് ഇവിടെ മുകളിൽ വരുന്നത്, ഡിവൈഡ് ബൈ സൈൻ എ. നമുക്ക് ഈ ആംഗിൾ എടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ആംഗിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് നമ്മൾ എഴുതില്ലേ, ആ വെച്ചിട്ടാണ് A/sin A എഴുതിക്കുന്നത്. ഇത് ഏതിന് ഈക്വലാണ്, ഇവിടത്തെ ബി. അതായത് ഈ ബി ആംഗിൾ ഇവിടെ നിന്ന് ആംഗിൾ എടുക്കണമെങ്കിൽ ബി എന്ത് വരും, ഈ B/sin B വരും. അത് ഇത് C = ഈ സി ആംഗിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ C/by ഈ സൈൻ സി. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോ ഓഫ് സൈൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും,
ഇവിടെ ചെയ്തിരിക്കുന്ന ഈ സൈൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യും. 3 കൂടെ ഒരുമിച്ച് കിടേണ്ട, ഏതെങ്കിലും 2 മതി. ഒന്നല്ലെങ്കിൽ ഇത് 2 അല്ലെങ്കിൽ ഇത് 2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവരിവിടെ ചെയ്ത മെത്തേഡ് അനുസരിച്ച് എയും ബിയും ആണ് നമ്മുടെ പിയും ക്യൂ ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എയുടെ വാല്യൂ നമുക്ക് ഇവിടെ 70 എന്നാണ് തന്നേക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സൈൻ എന്തായിരുന്നു? നമ്മുടെ ആൽഫയാണ് നമുക്ക് കാണുന്നത്. അതായത് ആൽഫ എന്ന് പറഞ്ഞാല് ഡയറക്ഷൻ കണ്ടത്. നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി പോട്ടെട്ടാ, ആ ഫിഗറിലേക്ക് കാണിച്ചു തരാം. 2 ക്വസ്റ്റ്യൻ വെക്കണ കാരണം ഈ ട്രിഗണോമെട്രിക് സൊല്യൂഷൻ പറഞ്ഞപ്പോ നമ്മ പറഞ്ഞു ഇതിന്റെ ഈ ആംഗിൾ തന്നേക്കണത് നമുക്ക് ഈ ഫിഗറിൽ ഇവിടെ നമുക്ക് ഈ ഹുക്കിന്റെ ഫിഗർ വരുമ്പോൾ ഇവിടെ നമുക്ക് 15% ഇവിടെ തന്നിട്ടുണ്ട് ഡിഗ്രി അല്ലെ. ആ 50 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇത് ഇപ്പൊ നമ്മ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ, ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കറുത്ത ലൈനില്ലേ, ഈ കറുത്ത ലൈൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മൊത്തം 90 ഡിഗ്രിയാണ് വരിക അല്ലെ. പെർപെൻഡിക്കുലർ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ റെഡ് ആംഗിൾ ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസിൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഇതാണ് ഈ 50 ഡിഗ്രി പറഞ്ഞേക്കുന്നത്. ഈ റെഡ് ആണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഈ റെഡ് റിസൾട്ടന്റ് വെക്ടറും നമ്മുടെ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഈ ആൽഫ. ഈ ആംഗിൾ ആണ് നമ്മൾ ഇനി കാണുന്നത്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കാണുന്നത്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ തുടങ്ങി ഇവിടേക്കല്ലേ മൂവ് ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ മൂവ് ചെയ്തെന്ന് പറയണം. അപ്പൊ ഇത്രയാണ്, ഈ ആംഗിളാണ് നമുക്ക് ഡയറക്ഷൻ കാണുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് തുടങ്ങി ഇവിടെ വരെ ഉള്ളത് എന്താണ്? ഈ 90 ഡിഗ്രി. ഇവിടെ 50 ഡിഗ്രി ആണെന്നാണ്. ഇവിടെ തുടങ്ങിയ ഒരു 50 ഡിഗ്രി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വരും? ഈ 90 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് എന്താണ്? 75 ഡിഗ്രിയാണ്. ഇത് ക്ലിയർ ആണോ? അപ്പൊ അതിന് നടുക്കാണ് നമ്മുടെ ഈ റിസൾട്ടന്റ് വെക്ടർ വന്നേക്കണത് ആൽഫ. അത് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ 2 സൈഡ് മൊത്തം നമുക്കറിയാം പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. റിസൾട്ടന്റ് വെക്ടറും നമ്മുടെ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആൽഫ. ആ ആൽഫയാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ പെർപെൻഡിക്കുലർ ലൈനും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 15ഉം പിന്നെ 15 90 എന്ന് കുറച്ചപ്പോ നമുക്ക് ഈ പിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത് മറ്റേ നമ്മുടെ സ്ട്രേറ്റ് ലൈനിലേക്കുള്ള ദൂരം ആ ഡിഗ്രി 75 ഡിഗ്രി ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിലുള്ള ആൽഫയാണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽഫ എടുക്കുന്ന സമയത്ത് ഈ ആംഗിൾ അല്ലേ എടുക്കണ്ടേ? ഇവിടെയാണ് ആംഗിൾ. അപ്പൊ നേരത്തെ നമ്മ ആ ഫിഗറിൽ പറഞ്ഞ പോലെ ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ്, ഈ ലൈനാണ് അല്ലെ. ക്യൂ ആണ് വരിക. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അപ്പൊ നമുക്ക് എന്തുള്ളത്? ക്യൂവിന്റെ വാല്യൂ ഡിവൈഡ് ബൈ ഈ സൈൻ ആൽഫ അല്ലേ കൊടുക്കണ്ടേ? ക്ലിയർ ആയോ പറഞ്ഞത്? നേരത്തെ സൈൻ എ ഡിവൈഡ് ബൈ സൈൻ ബി പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ ആൽഫയാണ് കാണേണ്ടത്. അപ്പൊ ഈ ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ക്യൂ ആണ്. അപ്പൊ ക്യൂവിന്റെ വാല്യൂ 70 ഡിവൈഡ് ബൈ സൈൻ ആൽഫ എടുത്തു. ക്ലിയർ അല്ലേ? ഇത് ഈക്വൽ ടു നമ്മുടെ റിസൾട്ടന്റിന്റെ ആംഗിൾ എടുത്താൽ മതി. റിസൾട്ടന്റിന്റെ ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ഈ ഫിഗറിൽ തന്നെ നമുക്കറിയാം. റിസൾട്ടന്റ് ആംഗിൾ നമുക്ക് അത് കിട്ടി. ഇത് നമുക്ക് 135 കിട്ടിയിട്ടുണ്ട്. ഈ റിസൾട്ടന്റ് എന്താണെന്ന് ഇപ്പൊ നമുക്ക് 264 റിസൾട്ട് കിട്ടിയേക്കണം. എത്ര ന്യൂട്ടനാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ ഇത് കൊടുത്താൽ പോരെ? ഈ ഫിഗറിൽ തന്നെ രണ്ടും കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് ഈ ഇവിടെ എഴുതി വെച്ചേക്കണത്. 70 ഡിവൈഡ് ബൈ സൈൻ ആൽഫ ഈക്വൽ ടു 264 ഡിവൈഡ് ബൈ സൈൻ 135 ഡിഗ്രി. ഇത് ഇപ്പൊ അത് എങ്ങനെ വന്നാണ് കിട്ടിയ? ഇനി ഇത് കാൽക്കുലേറ്റ് ഇട്ടുകൊണ്ട് എന്താ ചെയ്യാം? നമുക്ക് ഇപ്പൊ സൈൻ 35യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് കിട്ടും. ഇവിടത്തെ സൈൻ ആൽഫേനെ ഇപ്പുറത്തേക്കും കൊണ്ടുപോവാം, ഇതിന് ഇപ്പുറത്തേക്കും കൊണ്ടുപോവാം. എന്നിട്ട് ഇതിനെ സോൾവ് സൈൻ ആൽഫിനെ അവിടെ നിർത്തിയിട്ട് ഈ വാല്യൂനെ, അപ്പൊ ഇവിടെ നമുക്ക് 70 ഡിവൈഡ് ബൈ സൈൻ ഇത് കാൽക്കുലേറ്റ് ഇട്ട് ചെയ്താൽ മതി. 135 കിട്ടും. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് സൈൻ ആൽഫ ഇൻറ്റു 264 വരും. അല്ല ഇൻറ്റു വരെ താഴെ വരും 264 ഡിവൈഡ് ബൈ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇതിനോട് നിർത്തിയിട്ട് ഈ ടേമിന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി. ഇപ്പൊ രണ്ടുപേർത്തും ഡിവിഷൻ ആണ് അല്ലെ. 17 ഡിവൈഡ് ബൈ സൈൻ ആൽഫ ഈക്വൽ ടു 264 ഡിവൈഡ് ബൈ സൈൻ 135 എന്നാണ്. അപ്പൊ നമുക്ക് ആ സൈൻ ആൽഫനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമുകൾ ഒരുമിച്ച് ഇട്ടുകൊണ്ട് സൈൻ ആൽഫയുടെ വാല്യൂ അത് നേരിട്ട് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചാൽ നമുക്ക് കിട്ടും. സൈൻ ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് സൈൻ ആൽഫയുടെ വാല്യൂ കിട്ടിയത് 10.8 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ?
മനസ്സിലായി ക്ലിയർ ക്ലിയർ ആണ്. അപ്പൊ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മോട് പറഞ്ഞേക്കണം, ഇനി അടുത്ത് നമ്മോട് ഒരു ലൈൻ കൂടെ തന്നിട്ടുണ്ട്, ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടൽ ലൈന് തമ്മിലുള്ള ഡയറക്ഷൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കിയേ, ഇതായിരുന്നു നമ്മുടെ ലൈൻ പറഞ്ഞത് അല്ലെ. ഇവിടെ നിന്ന് തടന്നു തുടങ്ങി ഈ ആൽഫ വരുന്ന ഈ ആൽഫയുടെ ഇവിടെ വരെ, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ളത്. ഇവിടെ നമുക്ക് 75 ഡിഗ്രി ആണെന്ന് അറിയാം. ഇപ്പൊ നമുക്ക് ആൽഫ കിട്ടിയിട്ടുള്ളത് 10.8 ആണ്. അപ്പൊ ഈ ഹെറിസോണ്ടൽ ലൈനിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് ഹെറിസോണ്ടൽ ലൈൻ ഉള്ളത് കിട്ടി. അപ്പൊ 75ഉം 10.8ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 85.8 ഡിഗ്രിന്ന് കിട്ടും. മൊത്തം ഇവിടെ തുടങ്ങി ഇവിടെ വരണം. ഈ റെഡ് തുടങ്ങിയിട്ട് ഇവിടെ ഈ ഹെറിസോണ്ടൽ ലൈൻ വരെ ഉള്ളത്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പൊ നമ്മ മറ്റോണം ചെയ്യുമ്പോ ഈ വാല്യൂ ആണോ കിട്ടിയിരുന്നേ? അത് ഞാൻ ചെയ്തത് നേരത്തെ ചെയ്തത് ഒരു ഫോർമുല കിട്ടിയായിരുന്നു. ഞാൻ ഗൂഗിളൊക്കെ ചുമ്മാ നോക്കിയപ്പോ ഒരു ഫോർമുല ടാൻ ഇൻവേഴ്സ് അത് ഞാൻ പറഞ്ഞു തരാം. ഒരു മിനിറ്റ്, അതും കാണിച്ചു തരാം. അത് ചിലപ്പോ കാൽക്കുലേഷൻ തെറ്റുണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരാം. അത് ആ ഫോർമുല ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്തപ്പോ മറ്റേ ഡയറക്ഷൻ മാത്രം എനിക്ക് റോങ് ആയിട്ട് കിട്ടണം. അതായത് നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഞാൻ കാണിച്ചു തരാം. സൈൻ അതായത് നമ്മൾ റിസൾട്ടന്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മുടെ, അല്ല കോസ് തീറ്റ ആണ്. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. A divided by sin A equal to B divided by sin B അതല്ലേ? A divided by എന്ന് പറഞ്ഞ B, ഇതിന്റെ ഒരു ഇക്വേഷൻ ഞാൻ കാണിച്ചു. ഈ ഇക്വേഷൻ ഞാൻ അങ്ങനെ ആ ഇക്വേഷനിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് 3 കണ്ടീഷനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കണ്ടീഷൻ എന്ന് പറഞ്ഞാല്, ഒന്നെന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുമ്പോൾ ഒരു കണ്ടീഷൻ വരും. ഒന്ന് തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആവുമ്പോൾ ഒരു കണ്ടീഷൻ. ഒന്ന് തീറ്റയുടെ വാല്യൂ 0 ആവുമ്പോൾ ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ 0 കൊടുക്കാം ഈ തീറ്റയ്ക്ക്. ഏതെങ്കിലും വേറെ ടാബിൽ എഴുതുന്നുണ്ടോ? ക്ലിയർ ആയില്ല എന്നൊന്ന് പറയാം. വേറെ ടാബിലാണോ അതോ സെയിം ടാബിൽ തന്നെയാണോ? അതെ, എല്ലാ പ്രാവശ്യവും അതെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് വരട്ടെ. 1 മിനിറ്റ് ഒന്നും കൂടി കാണിച്ചു ഷെയർ ചെയ്ത് തരാം. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ തന്നെയാണ്, റിസൾട്ടന്റ് ഇക്വേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതിൽ നിന്നും 3 കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ കണ്ടെത്തുന്നത്. ഇത് ക്യൂ ആണ്. ഈ തീറ്റയുടെ വാല്യൂ കണ്ടെത്തുന്ന 3 കണ്ടീഷനുകൾ, ഒന്ന് തീറ്റയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത്, ഒന്ന് 90 ഡിഗ്രി ആവുന്ന സമയത്ത്, ഒന്ന് 180 ഡിഗ്രി ആവുന്ന സമയത്ത്. ഇത് 3 നമുക്ക് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ എന്ത് എഴുതിയത്? പി പ്ലസ് ക്യൂ എന്നുള്ളൊരു ഇക്വേഷൻ വരും. പി മൈനസ് ക്യൂ എന്നുള്ളൊരു ഇക്വേഷൻ വരും. ഒരു കേസ് അതൊക്കെ വരുമ്പോൾ പി പ്ലസ് ക്യൂ, പി മൈനസ് ക്യൂ, അങ്ങനെയാണ് 3 റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. അതായത് ഈ തീറ്റയ്ക്ക് നമ്മൾ 0 കൊടുത്തു നോക്കിയേ. ഇതിൽ തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ കോസ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 0 എന്ന് പറയുന്നത് 1. അപ്പൊ ഈ ടേം മൊത്തം 1 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. അതെന്ന് പറഞ്ഞാൽ എന്താ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയറിന്റെ ഫോമാണ് എടുക്കുന്നത്. ഇവിടെ തുടങ്ങി ഇവിടെ വരെ കൊടുത്ത കണ്ടാൽ നമുക്ക് പറയാൻ മനസ്സിലാക്കുന്നത് ഇത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമാണ്. ഈ ഹോൾ സ്ക്വയർ ഈ റൂട്ട് കൂടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പി പ്ലസ് ക്യൂ എന്ന് കിട്ടി. ഇത് ഫസ്റ്റ് സൊല്യൂഷൻ. ഇത് 0 കൊടുക്കുന്ന സമയത്ത്. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? അതേപോലെ തന്നെ അടുത്ത കേസിൽ നമുക്ക് 90 ഡിഗ്രി കൊടുക്കാം. 90 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് കോസ് 0 എന്ന് പറയുന്നത് -1 ആയിരിക്കും. കോസ് 90 എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഇത് -1 ആയിട്ട് പോകും. ഈ ഇക്വേഷനിൽ ഇത് -1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2pq മൈനസ് ആയിട്ട് വരും. ഈ കിടക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ്? പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്നുള്ള ടേം. ഈ ഹോൾ സ്ക്വയർ നേരത്തെ കളഞ്ഞ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി മൈനസ് ക്യൂ എന്നുള്ള ഫോം ആവും. എഴുതിക്കൂട്ടി എ പ്ലസ് ബി മൈനസ് 2ab എന്നുള്ള ഫോം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? a മൈനസ് ബി ആണ്.
ആ ഹോൾ സ്ക്വയർ രണ്ടിടത്തും പോയി കഴിഞ്ഞാൽ a മൈനസ് ബി ഫോം കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്ത കേസിൽ 180 കൊടുക്കാം. 180 കൊടുക്കുന്ന സമയത്ത് എന്തായാലും 0 വരും. കോസ് 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പൊ 0 എന്ന് പറഞ്ഞിട്ട് മൊത്തം 0 കിട്ടും. അപ്പൊ നമുക്ക് റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കിട്ടും. ഈ 3 സൊല്യൂഷൻ നമുക്ക് ഇക്വേഷനിൽ കിട്ടുന്നുണ്ട്. ചില കണ്ടീഷൻ ഇട്ടാ എല്ലായ്പ്പോഴല്ല തീറ്റയുടെ വാല്യൂ 0 വരുന്ന സമയത്തും 90 ഡിഗ്രി വരുന്ന സമയത്തും 180 ഡിഗ്രി വരുന്ന സമയത്തും ഇതിനല്ലാത്ത ഇടയിലെ വാല്യൂ വരുമ്പോഴാണ് നമുക്ക് വേറെ വാല്യൂ നമുക്ക് കിട്ടാം. അല്ല ഇപ്പൊ ഈ കാണിച്ച ഈ ഫോർമുലാസ് തീറ്റ എന്ന് പറയുമ്പോൾ മറ്റേ ഡയറക്ഷൻ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ആ ഡയറക്ഷൻ അതിന്റെ ഡയറക്ഷൻ അല്ല. നമുക്കിപ്പോ ആദ്യത്തെ ചെയ്തില്ലേ, ഇവിടെ ചെയ്ത ഇവിടെ നമ്മ എടുക്കുമ്പോ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് എടുക്കട്ടെ. മറ്റേ ഹുക്കിന്റെ പ്രോബ്ലത്തില് 15 13 അതാണോ, അതോ മറ്റേ നമ്മൾ കണ്ടുപിടിച്ച 135? ഈ ആൽഫ അല്ലേ, ഈ ആൽഫ നമ്മൾ കണ്ടുപിടിച്ചോണ്ട് അത് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇവിടത്തെ നമ്മൾ കൊടുത്ത ഈ 135 ഇല്ലേ, 135ന്റെ കേസാണ്. 135ന്റെ കേസിൽ ഇപ്പൊ 135 ആയ കാരണം നമ്മൾ അതിനൊരു വാല്യൂ കൊടുത്തു. അതല്ലാത്ത കേസിൽ നമുക്ക് ആഡ് ചെയ്യുന്ന ഇക്വേഷൻ ഇട്ടാൽ മതി. ഈ 3 ഇപ്പൊ പറഞ്ഞ 3 കണ്ടീഷൻ ആയിരിക്കും. ഒന്ന് തീറ്റയുടെ വാല്യൂ 0 വരുമ്പോഴും 90 വരുമ്പോഴും 180 ഡിഗ്രി വരുമ്പോഴും ആ 3 കേസ് മാത്രം കൺസ്ട്രക്ഷൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് വരുന്ന വാല്യൂ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് നേരിട്ട് അത് ചെയ്താൽ മതി. അതൊന്നും എല്ലാ കേസിലും വരില്ല, നോക്കി നോക്കാം. ഇനി ഒരെണ്ണം കൂടി ആൽഫ എങ്ങനെ കാണുന്ന നോക്കാം നമുക്ക്. ആൽഫയുടെ ഇക്വേഷൻ എങ്ങനെ വരാന്ന് വെച്ചാല് ശരിയായില്ല ഇപ്പൊ. ഇപ്പൊ നമുക്കിതില് ടാൻ ആൽഫയാണ് നമുക്കിവിടെ കാണുന്നത്. ടാൻ ആൽഫ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഫിഗർ നമ്മൾ ഇങ്ങനെ വരച്ചില്ലേ, ഇങ്ങനെ വരണം. മുഴുവനും പറയാവുന്ന കാരണം ഇങ്ങനെ ഞാൻ നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി പറയാന്ന് വെച്ചതാണ്. പബ്ലിക്ക് കയറി കഴിഞ്ഞപ്പോ ഇത് പിയും ഇത് പി ആണ്, ഇത് ക്യൂവും ഇത് ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഇതിലത്തെ ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ ഈ ടാൻ ആൽഫ എടുക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആയിരിക്കും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കുന്നത് പി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, പി ഇൻറ്റു സൈൻ തീറ്റ. ആംഗിൾ വരുമ്പോൾ സൈൻ തീറ്റ വരും. താഴത്തെ എടുക്കുന്നത് അടുത്ത കേസ് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കേസും കൂടി ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് ടേമിനെ കൂടെ ഇവിടെ വരെ ഉള്ളത് എയും ഇവിടെ നിന്ന് പ്ലസ് ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇവിടെ നമുക്ക് എന്ത് വരുന്നത്, എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് വരും. ഇങ്ങനെ ഇട്ടുകൊണ്ട് തീറ്റ വേണമെങ്കിൽ കാണാം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിൽ ആദ്യം ബിയുടെ വാല്യൂവും സൈൻ തീറ്റയുടെ വാല്യൂവും അതുപോലെ എയുടെയും ബിയുടെയും വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് കോസ് തീറ്റ ഇട്ട് വേണമെങ്കിൽ കാണാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ സൈൻ എ ഡിവൈഡ് ബൈ എ ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ സൈൻ ബി എന്നുള്ള ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇതായിരിക്കും സിമ്പിൾ ആയിട്ട് വരുന്നത്. ഏത് ഫോർമുല സിമ്പിള്? ഈ ആദ്യം എഴുതിയതാണോ അത് ഇപ്പോ രണ്ടാമത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമുലയാണോ ഈസി? ടെക്സ്റ്റ് ബുക്കിലാണ് ഈസി. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളതെന്ന് പറയുമ്പോൾ നേരിട്ട് നമുക്ക് എല്ലാ വാല്യൂ അവിടെ നിന്ന് കിട്ടി നേരിട്ട് കൊടുത്താൽ മതി. സൈൻ എയുടെയും ബിയുടെയും മാത്രം അത് കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും. ഇവിടെ പറയുമ്പോൾ സൈൻ ക്യൂവിന്റെയും കോസിന്റെയും കാണുന്നത് രണ്ട് സൈനിന്റെ തന്നെയാണ്. അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടി കുറച്ച് ചെയ്താൽ പോരെ. ആ പ്രോബ്ലം ചെയ്യും ടൈം കൺസ്യൂം ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്തു പോകും. അപ്പൊ നമുക്ക് വേഗത്തിൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് സൈൻ തീറ്റയും കാണും കോസിറ്റയും കാണും. പിന്നെ നമുക്ക് എയും ബിയും കാണും. ഈ എയും ബി ഒക്കെ ഇട്ടിട്ട് ഇത് സോൾവ് ചെയ്യുന്നതിനും ഇത്ര സിമ്പിൾ ആയിട്ട് ഇത് നേരിട്ട് വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബീനെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇങ്ങനെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇതിൽ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ പ്ലസ് എ ബൈ ബി എന്ന് വരും. ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് 3 മെത്തേഡ് ഇട്ടാലും ടെസ്റ്റിൽ ഫോളോ ചെയ്യുന്നതാണ് ഇത്തിരി സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഏതാണോ ഏനത്തിൽ അതിന് കൊടുക്കാം. എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ വെച്ചാൽ രണ്ട് ഇക്വേഷനിലും സൈന്റെയും കോസിന്റെയും വാല്യൂ വേണം. മറ്റൊരു സൈൻ മാത്രം മതി. നമുക്ക് ഇതിനോട് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കേസ് അതല്ല എളുപ്പം. അത് നമ്മൾ എന്തായാലും സൈനിന്റെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ടാവും. അത് ചെയ്യാനായിരിക്കും എളുപ്പം വരാം.
അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. അടുത്ത സ്ലൈഡിലേക്ക് തന്നെ പോവാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ആണോ? അപ്പൊ അത് മനസ്സിലായി, ക്ലിയർ ആണ്. ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 2 സ്ട്രക്ചറൽ മെമ്പർ എയും ബിയും ആർ ബോൾട്ടഡ് ടു ദ ബ്രാക്കറ്റ് ആർ സ്റ്റോൺ. അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്പേഴ്സ് ആർ കമ്പർഷൻ ആൻഡ് ദ ഫോഴ്സ്. ഒറ്റ ഫോഴ്സിലേക്കാണ് രണ്ടും കമ്പർ ചെയ്ത് വന്നേക്കുന്നത് അല്ലെ? അത് ഫിഗറിൽ നമുക്ക് കാണാം. അപ്പൊ ആദ്യം വരുന്ന ഫോഴ്സ് 15 ആണ്. രണ്ടാമത് വരുന്നത് എ ആയിട്ടും രണ്ടാമത് വരുന്നത് ബിക്ക് നമുക്ക് 20 കിലോ ന്യൂട്ടൺ ആയിട്ടും എയും ബിയും രണ്ട് മെമ്പർ കൊടുത്തു. അപ്പൊ എയുടെ മെമ്പറിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് 50 കിലോ ന്യൂട്ടണും ബിയുടെ നമുക്ക് 10 കിലോ ന്യൂട്ടൺ ആണെന്നും കിട്ടി. അവിടെ നമ്മൾ കാണുന്നത് ട്രിഗണോമെട്രിക്കലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈ ദ ബ്രാക്കറ്റ് ഓഫ് എ ആൻഡ് ബി. എയിലും ബിയിലും നമുക്ക് എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡയറക്ഷനും റിസൾട്ടന്റ് ഫോഴ്സും കാണും. സെയിം മെത്തേഡ് അല്ലെ? അപ്പൊ നോക്കിയേ, ഇതിൽ ചെയ്തേക്കണ പോലെ നമുക്ക് തന്നിരിക്കുന്ന ടേമുകൾ ഒരു ആദ്യം എടുത്ത് എഴുതി. എഫ് ഓഫ് എ ആയിട്ട് എക്കുള്ള എയുടെ വാല്യൂ ഫോഴ്സ് എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ ആണ്. അതിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ആ എയുടെ ഡേറ്റ്, അതായത് നമ്മുടെ ഫിഗറിൽ നോക്കിയേ, അതിന്റെ എക്കും ആ കംപ്രസ് ചെയ്ത് പോകുന്ന ഈ പോയിന്റിനുള്ള ഈ ആംഗിള് 45 ഡിഗ്രി. ഇത് ആദ്യം എടുത്ത് എഴുതി. ഇത് വെർട്ടിക്കലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നെ നമ്മൾ ഇപ്പുറത്ത് ബിയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് 10ഉം ഇതിപ്പോ 50, ഇത് 10, ഇവിടുത്തെ ആംഗിൾ 25 ഡിഗ്രി. അത് അന്നേക്കാൾ ടേം ആദ്യം എടുത്ത് എഴുതി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ഇതിനെ ഗ്രാഫിലേക്ക് ആക്കാം. നേരത്തെ ചെയ്തപോലെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. അതായത് ഒരാംഗിൾ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 10 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? ഇത് 10 ആണ്. അപ്പൊ ഈ ആംഗിളാണ് എഴുതിയേക്കുന്നത്. ഈ വരച്ചേക്കണ ആംഗിൾ എടുത്തു. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? താഴേക്ക് ഇതിനെടുത്ത് താഴേക്ക് ഇത് ഇങ്ങനെ തന്നെ കവർ ചെയ്ത് പോകല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളതാണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഇതാണ് ഈ കിടത്ത സാധനമാണ് നമ്മൾ ഇപ്പുറത്തോട്ട് ഈ വരച്ചേക്കാം. അപ്പൊ നമുക്കറിയാം ഈ ലൈനാണ് ഇതിന്റെ, ഇതാണ് സെന്റർ ലൈൻ അല്ലെ? ഈ ലൈനിൽ കൂടെ കവർ ഇതാണ് സെന്റർ ലൈൻ. അപ്പൊ ഇത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളത് എന്തായിരിക്കും? ഇത് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നേക്കണം നോക്കിയേ, ഈ ആംഗിൾ ഇങ്ങോട്ട് വരുന്നത് 45 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ട് വരുന്നത് എന്ത് തന്നെ ആയിരിക്കും? 45 അത് ഇവിടെ നിന്ന് ഇത് 90 ഡിഗ്രി ആണ് അല്ലെ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഒരു സൈഡ് 45 ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡും 45 ആയിരിക്കില്ലേ? ഇത് ക്ലിയർ ആണ്. ഇനി ഇവിടെ നമുക്ക് 25 ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആംഗിളോ 90 25 കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 65 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കണം. ഇത് 65ഉം ഇത് ഇങ്ങോട്ട് 45, പിന്നെ ഉള്ളിൽ നിന്നുള്ള ഭാഗം 45, ഇത് 25. പക്ഷെ ഇതിനിടയിൽ കുറച്ച് ഭാഗമുണ്ട് നമ്മുടെ ഈ ഇത് ഇവിടെ നിന്നുള്ള ഭാഗമില്ല, ഈ ഭാഗം. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. അതാണ് ആൽഫ കണ്ടത്. ഇപ്പൊ ആൽഫ വന്നത് മനസ്സിലായോ എവിടെയാണെന്ന്? അതായത് ഇത് 25 ഡിഗ്രി. ഇവിടെ നിന്ന് ബാക്കിയുള്ള ഇത് പറയുമ്പോൾ ഈ ആംഗിൾ വരുന്നത് 55 ഡിഗ്രി ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബാലൻസ് ഉള്ളത് 45 ഡിഗ്രി ആണ്. അതായത് ഇതിന്റെ ബാലൻസ് 45 ഡിഗ്രിയാണ്. ഇനി ഈ ലൈൻ സെന്ററായിട്ട് പോണേ. അപ്പൊ ഇത് രണ്ടും 45 കിട്ടി. ഇത് 45, 45ഉം ഇത് 25ഉം അതിന്റെ ബാലൻസ് മൊത്തമുള്ളത് 65. പക്ഷെ നമ്മുടെ ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ അല്ലെ? ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ ആംഗിൾ നമുക്കറിയില്ല. അതാണ് നമുക്ക് കണ്ടെത്തേണ്ട ഈ റിസൾട്ടന്റ് വെക്ടർ, ഈ ആൽഫ. ആൽഫ എന്നത് ക്ലിയർ ആണോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം റിസൾട്ടന്റ് വെക്ടർ കാണണം. നമ്മുടെ നേരത്തെ റിസൾട്ടന്റ് ഇക്വേഷൻ കൊടുത്തു. ഇത് പിയുടെ വാല്യൂ, ഇത് ക്യൂവിന്റെ വാല്യൂ, ഇത് 2p × q ക്രോസ് ആംഗിൾ. അപ്പൊ ഇനി ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടത്തെ ഈ ആംഗിൾ കാണണം. നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള മൊത്തം ആംഗിൾ കാണണം. ഇവിടെ ഒരു 45 ഇവിടെ എടുക്കുന്നുണ്ട്, ഇവിടെ 65 ഉണ്ട് അല്ലെ? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള 65, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗമാണ് 45. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് വരേണ്ടത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് 45, 65 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 110 കിട്ടും. അതാണ് നമ്മൾ ഇവിടുത്തെ ആംഗിൾ. അപ്പൊ ആംഗിൾ ഇവിടത്തെ കോസ് തീറ്റ കിട്ടിയത് മനസ്സിലായോ? ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സ്ക്വയർ ചെയ്യുക, മൈനസ് ചെയ്യുക. നേരത്തെ ചെയ്യുന്ന സെയിം സ്റ്റെപ്പിൽ ചെയ്തുകൊണ്ട് റിസൾട്ടന്റ് സ്ക്വയർ റൂട്ടും കൊടുക്കാം. ഇതിന് സ്ക്വയർ റൂട്ടും കൊടുത്തു വരുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ആറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടി 20.7 കിട്ടി. ഇത് 10 ആണെന്നും ഇത് 50 ആണെന്നും കിട്ടിയിട്ട് ഇനി നമുക്ക് കാണുന്നത് ഈ ആൽഫയാണ്. ഈ ആൽഫ കാണുന്നതിന്റെ ഓപ്പോസിറ്റ് ഇതല്ലേ വരാ?
ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ 15 ആണ് വരാം. അപ്പൊ അതെന്ത് 15 ആണ് നമ്മുടെ മുകളിൽ വരാം. താഴെ വരുന്നത് സൈൻ. ഇവിടെയാണ് നമുക്ക് ആൽഫ വരുന്നത്. ഇതാണ് ആൽഫ. ഈക്വൽ ടു എന്തിനു കൊടുക്കുക? ഇവിടത്തെ ആറ് എന്ന് പറയുന്നത് 20.7 ഡിവൈഡ് ബൈ ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് 20.7 സൈൻ. ഇത് മൊത്തം ഇതിന്റെ ആംഗിൾ ഈ ആംഗിളാണ് നമ്മളിവിടെ ഫോം ചെയ്ത് വെച്ചേക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്ന 65 പ്ലസ് 45 അന്നേരം രണ്ടും കൂടി ആഡ് 110. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഇവിടെ വരെ കിട്ടുന്നത്. അത് ഇവിടെ കൊടുക്കാം. സൈൻ 10 ഡിഗ്രി എന്ന് കിട്ടും. എന്നിട്ട് ഇതിൽ നേരത്തെ ചെയ്ത പോലെ ഇവിടുത്തെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആൽഫയും 25ഉം കൂടുന്നതാണ് നമ്മുടെ മൊത്തം സൈൻ ആൽഫ അല്ലെ. ഇത് രണ്ടായിട്ട് കണ്ട ഇവിടെ തുടങ്ങി രണ്ടും കൂടുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കും? ഇവിടെ നിന്നുള്ളത് 25 ആണെന്ന് അറിയാം, ഇവിടെ നിന്നുള്ളത് ആൽഫ എന്ന് അറിയാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂ കിട്ടും. ഇവിടെ കിട്ടിയേക്കണത് നമുക്ക് 17.9 കിട്ടുക. ആംഗിൾ ടു വെർട്ടിക്കലാണ് വരും. വെർട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ ആൽഫയുടെ വാല്യൂ 17.9 കിട്ടും. അത് കാൽക്കുലേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണ്? അപ്പൊ ഈ രണ്ട് പ്രോബ്ലം ചെയ്തത് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടായിരുന്നു. ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്കിയേ. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മോട് പറഞ്ഞേക്കണം ഒരു ക്വസ്റ്റ്യൻ ഞാൻ നെക്സ്റ്റ് ഇട്ടതാണ്, ഇതിലുള്ളതല്ല. രണ്ട് ഫോഴ്സ് പിയും ക്യൂവും മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 25ഉം 10ഉം ആർ ആക്ടിങ് ഓൺ എ പോയിന്റ്. ഒരു പോയിന്റിലേക്ക് 25 ന്യൂട്ടണും 10 ന്യൂട്ടണും ആക്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഫോഴ്സ് പിയും ക്യൂവും ഫോം ചെയ്യുന്ന ആംഗിൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറയാം പിയും ക്യൂ ആദ്യം എഴുതിക്കോ. പിന്റെ വാല്യൂ 25 ന്യൂട്ടൺ, ക്യൂവിന്റെ വാല്യൂ 10 ന്യൂട്ടൺ. ഇനി പി ആക്ട് ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രി, ക്യൂ ആക്ട് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. 50 അല്ലേ? 50 അല്ല 15 15ഉം 45. Q1 15 and Q2 45 അല്ലേ? 45. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറഞ്ഞത് കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ഹെറിസോണ്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെറിസോണ്ടൽ ഇതില് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത് പറയുന്നത്. പിന്നെ റിസൾട്ടന്റ് വെക്ടറും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാൻ പറയുന്നത്. ഇത് ചെയ്ത് നോക്കാൻ പറ്റുമോ? വാല്യൂ വന്നിട്ടുണ്ട്, ഇത് പറഞ്ഞാൽ മതി. ഇതിന് നമ്മൾ പിക്ചർ ഡയഗ്രാം ഡ്രോ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം. ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. ഷെയർ ചെയ്യട്ടെ. ഡയഗ്രാം എ ആക്ട് ചെയ്യുന്ന ഇത് പറഞ്ഞേക്കുന്നത് ലൈൻ വരച്ചു. സ്ട്രൈറ്റ് ലൈൻ ആണ് നോക്കാട്ടോ. ലൈൻ വരയ്ക്കും. ഇതിൽ ഇതാണ് ഹെറിസോണ്ടൽ ലൈൻ. വെറുതെ ഒരു ഹെറിസോണ്ടൽ ലൈൻ വരച്ചു വെച്ചു. ലൈൻ വരച്ചു. ഈ ലൈനിൽ അഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോഴ്സ് നമുക്ക് പി കൊടുക്കുക. പിന്നെ അടുത്ത ഫോഴ്സ് ഈ ലൈനിൽ കൂടെ തന്നെ നമ്മൾ അടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്തു. അത് ക്യൂ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ എന്ത് വരും? ഇത് 50 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് ഫസ്റ്റത്തെ വാല്യൂ 25 ആയിരുന്നു, ക്യൂ 10 ആയിരുന്നു. അങ്ങനെ ഇത് ട്രയാങ്കിൾ രൂപത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഉള്ളിൽ ഇതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ക്യൂ വരും. ഇതിൽ കൂടി ഇതായിരിക്കും നമ്മുടെ ഡയറക്ഷൻ കാണേണ്ടത് കേട്ടോ. ഇങ്ങനെയായിരിക്കും വരുന്ന ഡയറക്ഷൻ. ഇവിടുത്തെ ആൽഫയാണ് നമ്മൾ കാണുന്നത്. സെയിം കേസ് തന്നെ. അപ്പൊ നമുക്ക് പിയുടെ വാല്യൂ പറഞ്ഞേക്കുന്നത് 25, ക്യൂവിന്റെ വാല്യൂ 10. ആംഗിൾ കാണുമ്പോൾ ആംഗിളിന്റെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ നമുക്ക് 45ഉം 15ഉം 13 ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് അത് 45ഉം -50 ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ഇതാണ് കാണുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് മൊത്തം 45ഉം ഇവിടെ നിന്നുള്ളത് 15.
രണ്ടും കുറച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് 13 ആണ്. ഇതാണ് നമ്മുടെ cos 13 ആണ് കാണുന്നത്. അപ്പൊ ഇനി cos 13 ഇട്ടുകൊണ്ട് റിസൾട്ടന്റ് വെക്ടർ കാണാം. നേരത്തെ എഴുതിയ പോലെ തന്നെ സൈൻ ഇനി റൂട്ട് കാണുന്നുണ്ടെങ്കിൽ ആൽഫ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് പറഞ്ഞ ഇവരിവിടെ പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. കിട്ടിയ വാല്യൂ വെച്ചു ചെയ്ത് നോക്കാൻ പറ്റുമോ? ഒരു ഡൗട്ട് ഉണ്ട്. ഇതിൽ 30 വന്നത് എങ്ങനെയാ ഈ അതെന്താ -3 45 15? അതായത് ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് നമ്മൾ പാരലോഗ്രാം ഷേപ്പിൽ വരയ്ക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ ഇതിങ്ങനെ കൂട്ടി വരച്ച് ഇതിങ്ങനെ കൂട്ടി വരയ്ക്കണമെങ്കിൽ ഇതായിരിക്കും നമ്മുടെ R എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറിന്റെ ഇവിടെ നടയിലുള്ള ഈ ആംഗിൾ ആണ് നമുക്ക് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഭാഗം ഇവിടെ വരെ ഉള്ളൂ. അപ്പൊ ഇത് കാണുന്നതിലാണ് നമ്മൾ ഈ 45 നിന്ന് 50 കുറച്ചിട്ട് ഈ ആംഗിൾ കണ്ടെത്തുന്നത്. ഇതൊരു ട്രയാംഗിൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു ട്രയാംഗിൾ രൂപമാവും. ഇതൊരു ട്രയാംഗിളായി അങ്ങനെ 3 ട്രയാംഗിൾ രൂപം പോലെ വരികയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ആംഗിളാണ് നമുക്ക് കാണുന്നത്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ 45 നിന്നും 50 കുറച്ചിട്ട് 30 കണ്ടെത്തിയത്. അപ്പൊ 30 കിട്ടി. ഇത് ഇട്ടുകൊണ്ട് 6 കാണാം. 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചുകൊണ്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ സൈനും എയും a ബൈ സൈൻ എയും b ബൈ സൈൻ ബി കാണും. ഇവിടെ ഈ ആൽഫ നമുക്ക് കിട്ടും. ഇതിന്റെ ഇടയിലുള്ള ഈ ആൽഫയാണ് കണ്ടത്. ഇതൊന്ന് നാളേക്ക് ചെയ്ത് നോക്ക്. കിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഇത് ഫസ്റ്റ് ലെക്ചറിന്റെ ക്ലാസ് സ്ലൈഡ് ആയിരുന്നു. ഇതിൽ ഇത്രയായിരുന്നു. അപ്പൊ ഇതിന്റെ തിയറി വേണം. അല്ല, ഇത് മതി. ഇങ്ങനെ ഞാൻ ക്ലാസ്സിന് മുമ്പ് ഓരോ പ്രോബ്ലംസ് ചെയ്തിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് അന്നേരം അങ്ങനെ ചോദിച്ചാൽ മതി. അന്നേരം എനിക്ക് ഡൗട്ട് അന്നേരം എനിക്ക് തിയറി മനസ്സിലായെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ കൂടെ പറഞ്ഞു തരുമ്പോ അതായിരിക്കും എനിക്ക് ഹെൽപ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് തിയറി പറഞ്ഞു തരുന്നതിനേക്കാളും ബെറ്റർ എപ്പോഴും ഈ പ്രോബ്ലംസ് പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിയറി അങ്ങനെ എക്സാമിന് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മെയിൻലി നമുക്ക് ഇയാളെ എങ്ങനെയാണോ അതിനനുസരിച്ച് പോവാം. ഞാൻ തിയറിയും പറയും ഇതും പറയുമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് മൊത്തം പറയാന്ന് ഉദ്ദേശിച്ചത്. തിയറി കഴിഞ്ഞിട്ട് അല്ല തിയറിയില് അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. തിയറി പറഞ്ഞു തന്നതും മനസ്സിലായി. പിന്നെ ഞാനിന്ന് രാവിലെ ഒന്ന് മൊത്തം നോക്കിയായിരുന്നു. അത് അന്നേരം എനിക്ക് അത്യാവശ്യം തിയറി മനസ്സിലായിരുന്നു. പക്ഷെ ആ പ്രോബ്ലം അപ്ലൈ ചെയ്യുമ്പോൾ തിയറി പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴായിരുന്നു കുറച്ച് ഡൗട്ട് വരുന്നതും. അപ്പൊ ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ. അത് ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം ഞാൻ പറയാം ഏതൊക്കെ നോക്കണം. അപ്പൊ നമുക്ക് അത് നോക്കി വന്നു കഴിഞ്ഞാൽ എനിക്കും പറയാൻ എളുപ്പമായിരിക്കും. നമുക്കത് വേഗത്തിൽ സ്പീഡപ്പ് ആക്കാനും പറ്റും. ഇവിടെ വരണം നോക്കട്ടെ. എടുക്കട്ടെ ഞാൻ രണ്ടാമത്തെ ലെക്ചറിൽ എന്താണ് നോക്കട്ടെ. ഈ സ്റ്റാറ്റിക്കിന്റെ 2 ആഴ്ചക്കുള്ളിൽ തീർക്കണം അല്ലെ? അങ്ങനല്ലേ വേണ്ടേ? അതെ. ഞാൻ ഈ ഫസ്റ്റ് വീക്ക് മൊത്തം ഇന്ന് ഫിനിഷ് ചെയ്തായിരുന്നു. പ്രോബ്ലംസ് എല്ലാം പോയി ചെയ്ത് നോക്കിയായിരുന്നു. ഫസ്റ്റ് വീക്കില് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് ആംഗിൾ മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നാളത്തോടെ ഇപ്പൊ ഫസ്റ്റ് ലെക്ചർ കഴിഞ്ഞു. സെക്കൻഡ് ലെക്ചറിൽ നോക്കട്ടെ എന്താ വരുന്നതാണ്. കാണുന്നില്ല ഇപ്പൊ അത്. അടുത്തത് യൂണിറ്റ് വെക്ടർ ആണ് പറയുന്നത്. യൂണിറ്റ് വെക്ടർ ഞാൻ നോക്കിയായിരുന്നു. അത് ആക്ച്വലി ഈസി ആയിരുന്നു. എനിക്ക് പിന്നെ ഡൗട്ട് വന്നത് ഏതാന്ന് പറയട്ടെ. ലെക്ചർ 4ന്റെ അകത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ. 3 എന്നിട്ടുണ്ട് ഡൗട്ട്. 3 2 അപ്പോ സിമ്പിൾ ആയിരുന്നു എന്ന് വെച്ചാൽ ആഡ് ചെയ്യാനുള്ളൂ വാല്യൂസ് അല്ലെ? ആഡ് ചെയ്ത് ചെയ്യാനുള്ളത് വെച്ചാൽ വെറുതെ കാർട്ടീഷ്യൻ കോർഡിനേഷൻ സിസ്റ്റം ആണ്. അപ്പൊ വി ഓഫ് എക്സും രണ്ട് ടേം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുക. വി കാണുന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് വിന്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ക്വയർ പ്ലസ് സെഡിന്റെ സ്ക്വയറുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറും കിട്ടും. ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ കോസ് തീറ്റയുടെ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നതിനായിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
അല്ലെ? ഈ കണ്ട ഇക്വേഷനിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ. അപ്പൊ ഇതിൽ 4 പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ക്ലിയർ ആണെന്നാണ് ഇപ്പൊ പറയണത് അല്ലെ? അത് ക്ലിയർ ആയി. ഈ പ്രോബ്ലംസ് ഒക്കെ അത്യാവശ്യം അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. അത്രയും കിട്ടിയല്ലായിരുന്നു. ഇപ്പൊ കിട്ടിയേക്കണ മെത്തേഡ് അതിലേക്ക് ഇട്ടാൽ മതി. നമുക്ക് 2 ടേം വരും, ക്യൂ. ഇതേപോലെ പിയുടെയും ക്യൂവിന്റെയും എക്സിന്റെ ടേമുകൾ ആഡ് ചെയ്യുക, വൈയുടെ ടേമുകൾ ആഡ് ചെയ്യുക, സെഡിന്റെ ടേമുകൾ ആഡ് ചെയ്യുക, റിസൾട്ടന്റ് വെക്ടർ IJK ഫോമിൽ എഴുതാം. XYZ ഡയറക്ഷൻ എന്നുകൊണ്ട്. അതിന്റെ പ്രോബ്ലംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം ഇതായിരുന്നു. ഇത് കിട്ടിയില്ലേ? ഇത് കിട്ടി. അതിന്റെ AB ആയിരുന്നു. സെക്കൻഡ് CX CY കണ്ടെത്തി പ്രോബ്ലം. ഫൈനൽ റിസൾട്ടന്റ് വെക്ടർ ആഡ് ചെയ്യാം. കമ്പോണന്റ് ആഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി. അപ്പൊ ഇത് വേണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അതല്ല, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ രാവിലെ ഇരുന്ന് ചെയ്തായിരുന്നു. ഒറ്റയ്ക്ക് കിട്ടിയ ആൻസർ കിട്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3-ാമത്തെ ലെക്ചർ ഒന്ന് നോക്കാം. അതിലെന്തിട്ടാണ് വേണ്ടത് നോക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. എനിക്കൊന്നും ഇത് ഈ ലെക്ചറിലെ പ്രോബ്ലം അല്ലായിരുന്നു. ഞങ്ങൾക്ക് വീക്ക്ലി ഹോംവർക്ക് ഉണ്ടായിരുന്നു എല്ലാ വീക്കും. അപ്പോ അവര് ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് വീക്ക് തന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതൊരു കാര്യം ചെയ്താൽ മതി. ആ പ്രോബ്ലം അങ്ങനെ ഇപ്പോ സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് സെൻഡ് ചെയ്ത് പറഞ്ഞാൽ മതി. സാർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ആ പ്രോബ്ലം അതിൽ ഏത് പ്രോബ്ലം കാണിച്ചെന്നോ, ഏത് പ്രോബ്ലം ആണെന്നുള്ളത് അപ്പൊ എനിക്ക് നോട്ട് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ എന്റെ സ്ക്രീൻ ഇപ്പോ? കിട്ടിയില്ല. ഇപ്പൊ കാണാമോ? ഇല്ല, ഞാൻ നോക്കട്ടെ. കാണിക്ക് ഷെയർ ആയില്ലേ? കാണുന്നില്ലല്ലോ. എനിക്ക് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. കാണാൻ പറ്റുന്നില്ല. പറഞ്ഞാ മതി. ഞാൻ 3-ാമത്തെ ഫോണിൽ നോക്കിക്കോളൂ. ഫോണിൽ എത്താന്താ ക്വസ്റ്റ്യനാ? ഏത് ക്വസ്റ്റ്യനാ? ഞാനിപ്പോ ഒരു മിനിറ്റ്, ഞാൻ എന്റെ വേറൊരു ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഫോണിൽ കിട്ടുന്നുണ്ട്, സിസ്റ്റത്തിൽ കിട്ടുന്നില്ല. ഈ ക്വസ്റ്റ്യൻ 3 അല്ലേ? ഈ ക്വസ്റ്റ്യൻ 3 കിട്ടിയിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ 3 ആണ് എനിക്ക് ഡൗട്ട് വന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് 3-ാമത്തെ ലെക്ചർ അല്ലേ? ഇത് 4-ാണെന്ന് തോന്നുന്നു ഈ ലെക്ചർ. ഈ ക്വസ്റ്റ്യൻ പിന്നെ ഇതിലത്തെ 4-ാമത്തെ ക്വസ്റ്റ്യനോ താഴെയുള്ള ക്വസ്റ്റ്യൻസോ? 4-ാമത്തെ ക്വസ്റ്റ്യൻസ് ഓക്കെ.
ഓക്കെയാണ്. പിന്നെ ഇനി ഇതിലേതാണെന്ന് നോക്കിയേ, ഇനി വേറെ ഉള്ളത്. വേറെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ 3 ആയിരുന്നു. ഇച്ചിരി എനിക്ക് എന്താ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ആ അത് ഞാൻ ഇത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ടൈം കഴിഞ്ഞു. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ഓക്കെ കിട്ടി. ഇനി അടുത്തത് നോക്കിയേ. ഇനി ഏതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? ഇത് ക്വസ്റ്റ്യൻ മാത്രം നോക്കണല്ലേ? വീക്കിന്റെ ഹോംവർക്ക് അല്ലേ? ഇതെനിക്ക് ഇട്ട് തരട്ടോ, എനിക്ക് കിട്ടിയിട്ടില്ല അത്. ഓക്കെ ഇത് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോളാം. സാറിന് സെൻഡ് ചെയ്താൽ. ഓക്കെ പിന്നെ ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ലെക്ചർ എടുത്ത് നോക്കിയേ. മൂന്നാമത്തെ ലെക്ചർ മൂന്നാമത്തെ ലെക്ചറും ഓക്കെ ആണ്. പാർട്ടിക്കിൾസ് അത് കട്ട് മെത്തേഡും അതും ഓക്കെ. എനിക്കൊന്ന് ഈ വീക്ക് 3 എന്നാന്ന് തോന്നുന്നു. ലെക്ചർ 3 എന്നാന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ. ഇപ്പോ ഞാൻ കാണിച്ചു തന്ന ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിലാണ് അല്ലെ? പക്ഷേ ടേബിളും റോപ്പും വെച്ചിട്ടുള്ള ഈ കട്ട് മെത്തേഡ് ഒക്കെ ഇതിലല്ലേ ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. ഫസ്റ്റ് ലോ ഓഫ് ഓപ്ഷൻ വരുന്നത്, അതിൽ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഇതിലത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകണം. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. അല്ലെങ്കിൽ എവിടെ നമുക്കൊരു പിടി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നാളത്തെ ടൈമിൽ നമുക്ക് ഈ മൂന്നാമത്തെ ലെക്ചർ ഒന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെ വരണം. നാളെ വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ? നാളേക്ക് അല്ലെ? രണ്ടും. അപ്പൊ നാലാമത്തെ ലെക്ചർ എടുത്ത് നോക്കിയാൽ എന്നിട്ടുള്ളത് നാലാമത്തെ ലെക്ചർ നോക്കിക്കോ. അപ്പൊ മൂന്നെണ്ണം നോക്കാം. പ്രോബ്ലം മാത്രമാണെങ്കിൽ കൂടി പോവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതും കൂടി നോക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഈ 3, 4 മൂന്നിൽ ഇപ്പൊ എന്നാലും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി റിജിഡ് ബോഡിയും മൊമെന്റും ആണ് 4 വരുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിക്കോ. അപ്പൊ ആ തിയറി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പ്രോബ്ലംസ് അങ്ങോട്ട് ചെയ്യാം. മൊമെന്റ് കാണാനും ആറിന്റെ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലും പ്രോബ്ലം വരുന്നുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് നോക്കിക്കോ. ഈ പ്രോബ്ലം ഞാൻ ചെയ്തായിരുന്നേ, ഈ പ്രോബ്ലം 2. അതില് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായിരുന്നു വെച്ചാൽ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ടൈംസ് ഡിസ്റ്റൻസ് അല്ലേ? ഫോഴ്സിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ അതില് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണോ ഇതിന്റെ അകത്ത് ഇവര് ചെയ്യുന്നത്? ഈ എബിയുടെ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിച്ചേക്കുന്നത്? പക്ഷെ ഞാൻ വിചാരിച്ചത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവര് ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫോഴ്സ് 18 ടൈംസ് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ എബിയുടെ ഡിസ്റ്റൻസ് ആണ് അവരതിന്റെ അകത്ത് ചെയ്തത്. എബിയുടെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ഡിസ്റ്റൻസ് എബി ആണ്. ABC ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നു. സിസ്റ്റം ഹൈറ്റ് ബി ഹാങ്ഡ് അറ്റ് ബിയിൽ ഹാങ് ചെയ്തിരിക്കുന്നു. ആൽഫന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് റിസോൾവ് ചെയ്തതാണ്. അത് നമുക്ക് നാളെ പറഞ്ഞുതരാം. ആയിട്ട് റിസോൾവ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് 4 ലെക്ചറും 3, 4 പിന്നെ ഇപ്പൊ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തിട്ടോ. നാളെ ഏത് ടൈമിലായിരിക്കാം? നാളെ സെയിം ടൈമില്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റത്തെ ഇതില് പറഞ്ഞ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലായി. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഇത് നോക്കാം. അങ്ങനെ അപ്പൊ ഓരോ ദിവസം ഞാൻ ഇതുപോലെ പറയാം നാളെ ഏത് ലെക്ചർ നോക്കണം. അപ്പൊ അതിനനുസരിച്ച് നോക്കി വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിപ്പോ. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് പോവാം. അപ്പൊ ലീവ് ചെയ്തു. ശരി, താങ്ക് യു. ഓക്കെ.